പരസ്യമായ ലൈംഗിക ചേഷ്ടകൾ നടത്തുന്ന ഒരു കൂട്ടർ കൂടെ ഉണ്ട്. ഇതാണ് മാനാഞ്ചിറയിലെ ലവ് ലോക്ക്. ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട് വിശദമായിട്ട്. ഒരുപാട് വിശേഷങ്ങളും കാഴ്ചകളും അടങ്ങിയ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മാനാഞ്ചിറയിലാണ്, കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിൽ. ഇവിടെ വന്നപ്പോൾ ഒരു സംഭവം കണ്ടു, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. മാനാഞ്ചിറയിൽ വന്നിട്ട് നമ്മൾ ആ മാനാഞ്ചിറ കുളത്തിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഒരു കമ്പി വേലി കാണാം. അത് കണ്ടില്ലേ? ഈ വേലികളിലാണ് ആ സംഭവം ഉള്ളത്. എന്താണെന്നല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാതെ കണ്ടില്ലേ, ലോക്കുകൾ. ഇതാണ് ലവ് ലോക്ക്. നമുക്ക് ലവ് ലോക്കിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. കമിതാക്കൾ അഥവാ പ്രണയിനികൾ അവരുടെ സ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പാടലോക്കിൻ്റെ മുകളിൽ പൂട്ടിയിട്ട് നദിയിലേക്കോ പുഴയിലേക്കോ എറിയുന്നതിനാണ് ലവ് ലോക്ക് എന്ന് സാധാരണ പറയുന്നത്. ശരിക്കിത് നമ്മുടെ കേരളത്തിലുള്ള സംഭവമല്ല. ഇതിൻ്റെ ചരിത്രം ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. പ്രണയിതാക്കൾ തങ്ങളുടെ പ്രണയത്തെ സാക്ഷാത്കരിക്കാൻ പാലം, ഗേറ്റ്, വേലി ഇവിടങ്ങളിൽ പൂട്ടുന്ന പാഡലോക്കാണ് ലവ് ലോക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സാധാരണ പ്രണയിനികളുടെ പേരോ അല്ലെങ്കിൽ ആദ്യ അക്ഷരങ്ങളോ അവരുടെ ഇനിഷ്യലുകളൊക്കെ തീയതിയൊക്കെ ഈ പൂട്ടിൽ ആലേഖനം ചെയ്യാറുണ്ട്. നമ്മൾ ഇതിൽ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ കാണാൻ കഴിയും കേട്ടോ. ചില പൂട്ടുകളിൽ അവരുടെ പേരും അല്ലെങ്കിൽ ഇനിഷ്യലുകളൊക്കെ കാണുന്നുണ്ട്. പ്രണയം തകരാതിരിക്കാനായി പാഡലോക്ക് പൂട്ടി താക്കോൽ നദി, കുളം എന്നിവയിലേക്ക് വലിച്ചെറിയും. ചില ആളുകൾ ആ താക്കോൽ കാലകാലം സൂക്ഷിച്ചിട്ട് എപ്പോഴെങ്കിലും ആ പ്രണയം പൂത്തുലയുകയാണെങ്കിൽ പിന്നീട് വന്ന് തുറക്കാം എന്ന് കരുതുന്നവരും വിരളമല്ല. ശരിക്കിതിൻ്റെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ സ്പാ പട്ടണത്തിലെ ദി ബ്രിഡ്ജ് ഓഫ് ലവ്, ഈ പാലത്തിന് മുകളിൽ ഒരു പ്രധാന പ്രണയം മുട്ടിട്ടിരുന്നു. എനിക്കതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയില്ല, എങ്കിലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 100 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചരിത്രമാണിത്. നാദ എന്ന ഒരു അധ്യാപിക റെൽജ എന്ന ഒരു സെർബിയൻ യുവാവുമായി പ്രണയത്തിലായിരുന്നു. എന്നാൽ റെൽജ പിന്നീട് ഗ്രീസിലേക്ക് യുദ്ധത്തിനായിട്ടൊക്കെ പോവുകയുണ്ടായി. അവിടെ ഒരു പ്രണയിനി അയാൾക്കുണ്ടാവുകയും നാദയുമായിട്ടുള്ള പ്രണയം നഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ പ്രണയത്തിൽ മനംനൊന്ത് നാദ പിന്നീട് ഹൃദയാഘാതം വന്ന് മരിക്കുകയാണ് ഉണ്ടായത്. ഈ നാട്ടിലുള്ള യുവതികളൊക്കെ തങ്ങളുടെ പ്രണയം തകരാതിരിക്കാനായി തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പേരുകൾ പൂട്ടിലെഴുതിയിട്ട് ഈ റെൽജയും നാദയും കണ്ടുമുട്ടിയിരുന്ന ഈ ലവ് ബ്രിഡ്ജ് എന്ന പാലത്തിൽ, ആ പാലത്തിൻ്റെ കൈവരികളിൽ ഈ പൂട്ടുമായിരുന്നു. എന്നിട്ട് ഈ പൂട്ടിയതിന് ശേഷം താക്കോൽ നദിയിലേക്ക് വലിച്ചെറിയുമായിരുന്നു. പിന്നീട് 2000-ൻ്റെ തുടക്കത്തിൽ യൂറോപ്പിലൊക്കെ ഇതിൻ്റെ അലയൊലികൾ പ്രത്യക്ഷപ്പെട്ടു, ഈ പ്രണയപ്പൂട്ടുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോൾ നമ്മുടെ കേരളത്തിലും കോഴിക്കോട് മാനാഞ്ചിറയിലും നമ്മുടെ ലവ് ലോക്കുകൾ കാണുന്നത് സാധാരണമാണ്. കൂടുതലും ഈ ലവ് ലോക്കുകൾ കാണുന്നത് പാർക്കുകളിൽ, അതുപോലെ പാലങ്ങളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പാഡലോക്കിട്ട് പൂട്ടിയിട്ട് ഈ താക്കോൽ നദിയിലേക്കോ കുളത്തിലോട്ടൊക്കെ വലിച്ചെറിയാം. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ അവർ സൂക്ഷിച്ചിട്ടുണ്ടോ വലിച്ചെറിഞ്ഞിട്ടുണ്ടോ ഒന്നും എനിക്കറിയില്ല കേട്ടോ. ചിലയിടങ്ങളിൽ ഈ ലവ് ലോക്ക് ഒരു മാലിന്യ പ്രശ്നമായിട്ടും തീരാറുണ്ട്. പൂട്ടുകളിൽ തുരുമ്പെടുക്കുകയും അത് മറ്റ് മാലിന്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിവില്ല കേട്ടോ. മാനാഞ്ചിറയിൽ കാണാനും ഒരുപാട് ആളുകളൊക്കെ വരുന്ന സ്ഥലമാണ്. എങ്കിലും ചിലത് പറയാനുണ്ട്. ഒരു കാര്യം കൂടെ ഇതിൽ പറയാതെ വയ്യ. അവിടെ കൂട്ടുകാരുണ്ടെന്നോ കുടുംബക്കാരുണ്ടെന്നോ കുട്ടികളുണ്ടെന്നോ സഹപ്രവർത്തകരുണ്ടോ ഒന്നും നോക്കാതെ
പരസ്യമായ ലൈംഗിക ചേഷ്ടകൾ നടത്തുന്ന ഒരു കൂട്ടർ കൂടെയുണ്ട്. അത് നമ്മുടെ ഈ മാനാഞ്ചിറയിൽ കാണാൻ കഴിയുന്ന മറ്റൊരു കാഴ്ചയാണ്. കോഴിക്കോടുകാരുടെ സായാഹ്നം ചെലവഴിക്കാനുള്ള ഒരു സ്ഥലമാണ് ഈ മാനാഞ്ചിറ. ഒരുപാട് കുടുംബമായിട്ടും കൂട്ടുകാരായിട്ടും സഹപ്രവർത്തകരായിട്ടും പിള്ളേരായിട്ടും അങ്ങനെ ഒരുപാട് പേർ, നല്ല പ്രണയിനികൾ, അതുപോലെ തന്നെ അവസരം മുതലാക്കാനായിട്ട് വരുന്ന മറ്റൊരു കൂട്ടർ, അങ്ങനെ ഒരുപാട് പേർ സമയം ചെലവഴിക്കാനായിട്ട് വരുന്ന ഒരിടമാണ് മാനാഞ്ചിറ. അതുപോലെ തന്നെ രാവിലെയൊക്കെ ആണെങ്കിൽ ഇവിടെ വ്യായാമം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആളുകൾ ഒരുപാട് വരാറുണ്ട്. കണ്ടില്ലേ, ഒരുപാട് ഫാമിലീസ് ഇവിടെ വരാറുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പ്രണയിനികളുടെ അല്ലെങ്കിൽ കമിതാക്കളുടെ കളി കാണുന്നത് ഇവിടെയല്ല, കൂടുതലും നമ്മുടെ അൻസാരി പാർക്കിലാണ്. അതായത് മാനാഞ്ചിറയോട് ചേർന്ന് തന്നെയാണ് ഈ അൻസാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് കൂടുതലും നമ്മുടെ കമിതാക്കൾ വന്നിരിക്കാറുള്ളത്. മാനാഞ്ചിറ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട്ടുകാരുടെ നെഞ്ചിടിപ്പാണ്. നഗരത്തിൻ്റെ ഹൃദയത്തിൽ തന്നെയാണ് ഈ മാനാഞ്ചിറ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് നല്ല നിമിഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് കഴിയുന്ന ഒരിടം കൂടിയാണ്. വൈകുന്നേരങ്ങളിലൊക്കെ എല്ലാവരും ഇവിടെ വന്ന് അവരുടെ മനസ്സൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കാറുണ്ട്. അതിന് പറ്റിയ നല്ലൊരിടമാണ് മാനാഞ്ചിറ. നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു അന്തരീക്ഷം കൂടിയാണ് നമ്മുടെ ഈ മാനാഞ്ചിറ. ഇവിടെ നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് SM സ്ട്രീറ്റ് ഉള്ളത്. അവിടെ നമുക്ക് ഷോപ്പിംഗ് നടത്താം. അതുപോലെ തന്നെ മാനാഞ്ചിറയുടെ ഈ ഗ്രൗണ്ടിൻ്റെ ഒരു സൈഡിൽ ഒരു ബാസ്ക്കറ്റ് ബോൾ കോർട്ടും കൂടി ഉണ്ട്. കുട്ടികളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് അവിടെയാണ്. കോഴിക്കോട് വരുന്നവർ എല്ലാവർക്കും ഇതൊക്കെ അറിയാട്ടോ. പ്രണയം എന്ന് പറയുന്നത് നല്ലത് തന്നെയാണ്. നല്ല പ്രണയ ജോഡികൾ ഒരുപാടുണ്ട്. താനും അവർ സമയം ചിലവഴിക്കുന്നതിന് വേണ്ടിയിട്ട് മാനാഞ്ചിറയോ സരവരത്തൊക്കെ വരാം. വല്ല ഐസ്ക്രീമൊക്കെ കഴിച്ച് കടലമിഠായിയൊക്കെ തിന്ന് കടലയൊക്കെ കുറച്ച് നേരം ചിലവഴിക്കാം. അത് നല്ലൊരു സംഭവമാണ്. അവരെ ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ പരസ്യമായിട്ട് ലൈംഗിക ചേഷ്ടകൾ നടത്താനായിട്ട് വരുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. അവരെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മറ്റുള്ളവർ എന്നോട് ക്ഷമിക്കണം. കാരണം അവരെക്കുറിച്ച് നമുക്ക് ഒരു കുഴപ്പമില്ല, നല്ല അഭിപ്രായങ്ങളാണ്. നല്ല പ്രണയം കാത്തു സൂക്ഷിക്കുകയും അത് കൊണ്ടു നടക്കുകയും ചെയ്യുന്ന നല്ല പ്രണയ ജോഡികൾ ഒരുപാടുണ്ട്. അവരെ ഞാൻ ഈ പറഞ്ഞതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ എന്താ പറയുക, കാമക്കൂത്തുകൾ നടത്താൻ വേണ്ടി വരുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. അതും പരസ്യമായിട്ട് വല്ല ലോഡ്ജോ റൂമൊക്കെ എടുത്ത് നടത്തുകയാണെങ്കിൽ അതിന് രസമുണ്ട്. അപ്പം അങ്ങനെ നടത്താതെ ഇങ്ങനെ പരസ്യമായിട്ട് ഫാമിലിയോ അല്ലെങ്കിൽ കുടുംബക്കാരൊക്കെ വന്ന് അങ്ങനെ ഒരു സമയം ചിലവഴിക്കുന്നിടത്ത് ഇങ്ങനെ വൃത്തികേടുകൾ കാണിക്കുന്നത് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും മറക്കണ്ട. പുതിയ കാഴ്ചയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.